തിരുവനന്തപുരത്ത് വയോധികയുടെ അയൽവാസിയുടെ ക്രൂരത. പുലേനാർ സ്വദേശിനി 60-കാരി ഉഷയെ കല്ലുകൊണ്ട് തലയ്ക്കും ദേഹത്തും അടിച്ചു പൊട്ടിച്ചു. നിലത്തിട്ട് വയോധികയുടെ നെഞ്ചിൽ ചവിട്ടി. ആക്രമണത്തിൽ ഉഷയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അഞ്ജു ജയപ്രകാശാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജു, എന്തായാലും ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ് വയോധിക നേരിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഇതിനുള്ള കാരണം? നിലവിൽ ഉഷയുടെ ആരോഗ്യനില എങ്ങനെയാണ്? സ്വാതി, വഴിത്തർക്കമാണ് ഈ പ്രശ്നത്തിന് കാരണം. പതിവായി വഴിത്തർക്കം ഇവർ തമ്മിൽ ഉണ്ടാവുന്നതാണ്. സമാനമായിട്ട് ഇന്നലെയും വഴിയുടെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് പിന്നാലെയാണ് വയോധികയെ കല്ലുകൊണ്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചത്. മർദ്ദിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉഷ എന്ന 60 വയസ്സുള്ള വയോധികക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് കാണാം. ആദ്യം കല്ലുകൊണ്ട് അയൽവാസിയായിട്ടുള്ള സന്ദീപാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. സന്ദീപ് ഓടി വന്ന് ഈ ഉഷയുടെ നെഞ്ചത്തും തലയ്ക്കും ഇടിക്കുന്നത് കാണാം കല്ലുപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം നിലത്തേക്ക് ഈ വയോധിക വീഴുന്നുണ്ട്. അവിടെ ഇട്ട് വയോധികയെ ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിലിപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വയോധിക. ഈ സംഭവത്തിന് പിന്നാലെ ഈ സന്ദീപ് ഈ ഒളിവിൽ പോകുകയാണ് ചെയ്തത്. ഇത് തിരുവനന്തപുരം പുലേനാർ കോട്ടയിലാണ് സംഭവം. അവിടെയുള്ള IT കോണത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായില്ല. ഇപ്പോഴും അയാൾക്കെതിരെ തിരച്ചിൽ നടത്തുകയാണ്. അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. സ്വാതി. ശരി അഞ്ജു.